മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ പാസീവ് വോയിസ് ആണ്. ഇപ്പൊ പാസീവ് വോയിസിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് നമ്മൾ പഠിച്ചിരുന്നു, അതുപോലെ ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെയും പാസീവ് വോയിസ് പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ പാസീവ് വോയിസ് ആണ്. അപ്പൊ എന്താണ് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്നാൽ, തന്നിരിക്കുന്ന സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് വെർബിലായിരിക്കാം, അല്ലെങ്കിൽ പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട്, ലെറ്റ് മുതലായ വാക്കിൽ തുടങ്ങുന്ന സെന്റൻസുകളെയൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇമ്പരേറ്റീവ് എന്ന് വിളിക്കാം. എന്തില്? വെർബിൽ തുടങ്ങുന്ന സെന്റൻസുകളായിരിക്കാം, അല്ലെങ്കിൽ പ്ലീസ് എന്ന വാക്കിൽ തുടങ്ങാം, അല്ലെങ്കിൽ കൈൻഡ്ലി എന്ന വാക്കിൽ തുടങ്ങാം, അതുപോലെ ബി, ഡോണ്ട്, ലെറ്റ് മുതലായ വാക്കുകളിൽ തുടങ്ങുന്ന സെന്റൻസ് ഇമ്പരേറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അത്തരം സെന്റൻസുകളുടെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാം എന്നതാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയേ, ചോദ്യം നോക്കിയേ, ക്ലോസ് ദ ഡോർ. ക്ലോസ് എന്ന് പറയുന്നത് വെർബാണ്. ക്ലോസ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. അതുകൊണ്ട് ആ സെന്റൻസ് എന്താണെന്ന് പറയാം? നമുക്ക് ഇമ്പരേറ്റീവ് സെന്റൻസ് ആണെന്ന് പറയാം. അടുത്ത നോക്കിയേ, പ്ലീസ് സിംഗ് എ സോങ്. പ്ലീസ് എന്ന് പറയുന്ന വാക്ക് തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് അത് ഇമ്പരേറ്റീവ് ആണ്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് വെർബിലോ, അതുപോലെ എന്ത് ചെയ്യും? പ്ലീസ് എന്ന വാക്കിലോ, കൈൻഡ്ലി എന്ന വാക്കിലോ, ബി, ഡോണ്ട്, ലെറ്റ് മുതലായ വാക്കുകളിൽ തുടങ്ങുന്ന സെന്റൻസ് ആണ് ഇമ്പരേറ്റീവ്. അത്തരം സെന്റൻസുകളുടെ പാസീവ് വോയിസ് എഴുതുന്ന വിധമാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഒരു ഇക്വേഷൻ ആണ്, പഠിച്ചു വെക്കുക. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് v3 പ്ലസ് ഓർ മൈനസ് RPS. എന്തെന്ന് പഠിക്കാം? ലെറ്റ്, ഒബ്ജക്റ്റ്, ബി, v3, RPS. ആദ്യം എന്ത് ചേർത്ത് കൊടുക്കാം? തന്നിരിക്കുന്ന സെന്റൻസിലെ ഇമ്പരേറ്റീവ് ആക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇമ്പരേറ്റീവ് സെന്റൻസ് തന്നിട്ട് അതിന്റെ പാസീവ് വോയിസ് എഴുതാൻ പറഞ്ഞാൽ ആദ്യം ലെറ്റ് ചേർക്കുക, അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് എടുത്തെഴുതുക, അത് കഴിഞ്ഞ് ബി എന്ന വാക്ക് ചേർക്കുക, വേർബിന്റെ മൂന്നാമത്തെ രൂപം എടുത്തെഴുതുക, പ്ലസ് ഓർ മൈനസ് RPS, റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ്. എങ്ങനെ എഴുതാൻ നോക്കിയേ? ആദ്യം ലെറ്റ് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് എങ്ങനെ കണ്ടെത്താം? വെർബിന് തൊട്ടടുത്ത് കിടക്കുന്ന വാക്കുകളാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേര് ഒബ്ജക്റ്റ്. നോക്ക്, ഇവിടെ ക്ലോസ് എന്നതാണ് വേർബ്, അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്ക് ദ ഡോർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. ഇവിടെ സിംഗ് എന്ന് പറയുന്നതാണ് വേർബ്, അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്ക് എ സോങ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് ബി ചേർക്കുക, വെർബിന്റെ മൂന്നാമത്തെ രൂപം എടുത്തെഴുതുക, RPS, റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കിയോണേ. തന്നിരിക്കുന്ന ചോദ്യത്തില് പ്ലീസ് എന്ന വാക്കുണ്ടാന്ന് നോക്കാം. ഏത് വാക്കാണ്? പ്ലീസ് എന്ന വാക്കുണ്ടാന്ന് നോക്കാം. അതുപോലെ കൈൻഡ്ലി എന്ന വാക്കുണ്ടാന്ന് നോക്കാം. കൈൻഡ്ലി എന്ന വാക്കിൽ തുടങ്ങിയിരിക്കുന്ന നോക്കാം. അല്ലെങ്കിൽ എന്ത് ബി എന്ന വാക്കുണ്ടാന്ന് നോക്കാം. അതുപോലെ ലെറ്റ് എന്ന വാക്കുണ്ടാന്ന് നോക്കാം. ഇത്തരം വാക്കുകള് പാസീവ് വോയിസിൽ എന്ത് വേണ്ട? ഒഴിവാക്കുക. ഇത് വേണ്ട, ഒഴിവാക്കി കളയുക. ഇപ്പൊ പ്ലീസ് എന്ന വാക്കുണ്ടാന്ന് നോക്കുക, കൈൻഡ്ലി, ബി, ഡോണ്ട്, അതേപോലെ ഡോണ്ട് അല്ല ലെറ്റ്, ഇത്തരം വാക്കുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒഴിവാക്കി കളയുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമാണ്, വെർബിന് ശേഷം വരുന്ന വാക്കാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു. ഒബ്ജക്റ്റ് യാതൊരു മാറ്റവും ഇല്ലാതെ എടുത്തെഴുതുക. ഒബ്ജക്റ്റ് മാറ്റമില്ലാതെ എടുത്തെഴുതുക. മാറ്റമില്ലാതെ എടുത്തെഴുതുക. ഒബ്ജക്റ്റ് മാറ്റമില്ലാതെ എടുത്തെഴുതുക. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വേർബിന് ശേഷം വരുന്ന ഒബ്ജക്റ്റ് പ്രോനൗണിന്റെ ഒരു ഒബ്ജക്റ്റ് രൂപമാണെങ്കിലും എന്ത് ചെയ്യണ്ട? മാറ്റണ്ട. ഇപ്പൊ പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സ്റ്റേറ്റ്മെന്റിലൊക്കെ പഠിച്ചു. ഒരു ഒബ്ജക്റ്റ് രൂപം പ്രോനൗണിന്റെ ഒബ്ജക്റ്റ് രൂപമാണെങ്കിൽ എന്തായിട്ട് മാറ്റി എഴുതണം? പാസീവ് വോയിസിൽ അതിന്റെ സബ്ജക്റ്റ് രൂപമായിട്ട് എഴുതണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണ്ട? യാതൊരു മാറ്റവും വേണ്ട. എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റ് എങ്ങനെയാണോ കിടക്കുന്നത് അത് അതുപോലെ അങ്ങ് എടുത്തെഴുതുക. യാതൊരു മാറ്റവും ഇല്ലാതെ എടുത്തെഴുതുക. ഓക്കെ ആണല്ലോ. അപ്പൊ മീ എന്നാണ് കിടക്കുന്നത്. ഇപ്പൊ നോക്ക്, നമ്മുടെ ദ ഡോറിന്റെ സ്ഥാനത്ത് മീ എന്നാണ് കിടക്കുന്നതെങ്കിൽ മീ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് മീ തന്നെ എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ. പിന്നെ ഹിം എന്നാണ് കിടക്കുന്നതെങ്കിൽ എന്ത് തന്നെ? പാസീവ് വോയിസിന്റെ ഇക്വേഷന്റെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഹിം എന്ന് എഴുതിയാൽ മതി, മാറ്റണ്ട. അപ്പൊ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ പാസീവ് വോയിസ് എഴുതുന്ന ഇക്വേഷൻ ആണ് ലെറ്റ്,
ഒബ്ജക്റ്റ് ബി v3 RPS. ഇനി എന്താണ് ഈ RPS? ഈ സബ്ജക്റ്റ് അല്ലാണ്ട് തന്നിരിക്കുന്ന സെന്റൻസിൽ നമ്മളിപ്പം പ്ലീസ്, കൈൻഡ്ലി, ബി, ലെറ്റ് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റമില്ലാതെ RPS എഴുതി കൊടുക്കുക. അത് മാറ്റമില്ലാതെ റിമൈനിങ് പാർട്ട് ഓഫ് സെന്റൻസ് ആയിട്ട് അങ്ങ് എടുത്തെഴുതുക. അവിടെ എടുത്തെഴുതുക. ഇല്ല എങ്കിൽ എഴുതണ്ട. സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യും, എടുത്ത് അവിടെ എഴുതുക. അതായത് പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട്, ലെറ്റ് ഈ വാക്കൊന്നും വേണ്ട, ഈ വാക്കൊന്നും എഴുതി കളയരുത്. അത് നമ്മൾ ആദ്യമേ ഒഴിവാക്കി. ഓക്കെ ആണല്ലോ? അപ്പൊ ലെറ്റ് ഒബ്ജക്റ്റ് ബി v3 പ്ലസ് ഓർ മൈനസ് RPS. ചോദ്യങ്ങൾ നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം, ക്ലോസ് ദ ഡോർ. ഇവിടെ ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? വെർബ് ആണ്. ദ ഡോർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. പാസീവ് വോയിസ് എഴുതുന്ന ഇക്വേഷൻ എങ്ങനെയാണ് പറഞ്ഞത്? ഒന്ന് എഴുതി നോക്കിയേ. ലെറ്റ്, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ബി, അത് കഴിഞ്ഞിട്ട് v3, അത് കഴിഞ്ഞിട്ട് പ്ലസ് ഓർ മൈനസ് RPS. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചേർക്കുക? ലെറ്റ്. അപ്പൊ നമ്മൾ ആദ്യം ഞാൻ എന്ത് എഴുതി? ലെറ്റ്. ഒബ്ജക്റ്റ് ഏതാണ്? ദ ഡോർ. ലെറ്റ് ദ ഡോർ, ലെറ്റ് ദ ഡോർ. അത് കഴിഞ്ഞിട്ട് എന്ത്? ബി ചേർത്തു. ലെറ്റ് ദ ഡോർ ബി. ഇനി v3 ഏതാണ്? ക്ലോസിന്റെ ക്ലോസ്ഡ്. ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ്. ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ്. RPS ഒന്നും ഇല്ല, അതുകൊണ്ട് അതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഉത്തരം ഏത് വരുന്നു? ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ്. അടുത്ത് നോക്കിയേ, പ്ലീസ് സിംഗ് എ സോങ്. പ്ലീസ് എന്ന് പറയുന്നത് നമ്മൾ പാസീവ് വോയിസിൽ വേണ്ട, ഒഴിവാക്കി. സിംഗ് എന്ന് പറയുന്ന വെർബ് ആണ്. എ സോങ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. പാസീവ് വോയിസ് എങ്ങനെ എഴുതാം? ആദ്യം ലെറ്റ് ചേർത്തു. ലെറ്റ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കുക? ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഏതാണ്? എ സോങ്. ലെറ്റ് എ സോങ്. ലെറ്റ് എ സോങ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കാൻ പറഞ്ഞു? ബി. ലെറ്റ് എ സോങ് ബി. ഇനി നോക്കുക, എന്ത് ചെയ്യും? സിംഗിന്റെ മൂന്നാമത്തെ രൂപമാണ് സങ്. ലെറ്റ് എ സോങ് ബി സങ്. പാസീവ് വോയിസ് ആയി. RPS ഇല്ല എഴുതാൻ. അടുത്ത ചോദ്യം നോക്കിയേ, വാഷ് ദിസ് പ്ലേറ്റ്. വാഷ് എന്ന് പറയുന്ന വെർബ് ആണ്. ദിസ് പ്ലേറ്റ് എന്ന് പറയുന്നത് ദിസ് പ്ലേറ്റ് ആണ് കേട്ടോ. ദിസ് പ്ലേറ്റ്, ലേറ്റ് അല്ല, പ്ലേറ്റ്. ദിസ് പ്ലേറ്റ് ആണ്. വാഷ് ദിസ് പ്ലേറ്റ്. ഇങ്ങനെ എഴുതാം. വാഷ് എന്ന് പറയുന്ന വെർബ് ആണ്. ദിസ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് ദിസ്, ലെറ്റ് ദിസ് പ്ലേറ്റ്, ലെറ്റ് ദിസ് പ്ലേറ്റ് ബി വാഷ്ഡ്. ലെറ്റ് ദിസ് പ്ലേറ്റ് ബി വാഷ്ഡ്. നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് എഴുതി നോക്കണേ. സോൾവ് ദ പ്രോബ്ലം. അടുത്ത ചോദ്യം, സോൾവ് എന്ന് പറയുന്ന വെർബ് ആണ്. ദ പ്രോബ്ലം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. പാസീവ് വോയിസ് എങ്ങനെ പറയാം? ലെറ്റ് ദ പ്രോബ്ലം, ലെറ്റ് ദ പ്രോബ്ലം, ലെറ്റ് ദ പ്രോബ്ലം ബി സോൾവിന്റെ മൂന്നാമത്തെ രൂപം സോൾവ്ഡ്. ലെറ്റ് ദ പ്രോബ്ലം ബി സോൾവ്ഡ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ പാസീവ് വോയിസ് എഴുതുന്ന ഇക്വേഷൻ ലെറ്റ് ഒബ്ജക്റ്റ് ബി v3 RPS. പ്രത്യേകത വെർബിന് ശേഷം വരുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. അത് യാതൊരു മാറ്റവും ഇല്ലാതെ എടുത്തെഴുതുക. പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് മുതലായ വാക്കുകൾ ഒഴിവാക്കണം. അടുത്ത് നോക്കിയേ, ഇമ്പരേറ്റീവ് സെന്റൻസിൽ തന്നെ ഒബ്ജക്റ്റ് ഇല്ലാത്ത ഒരു സെന്റൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ, ഒബ്ജക്റ്റ് ആബ്സെന്റ് ആയിട്ടുള്ള സെന്റൻസ്, അതായത് തന്നിരിക്കുന്ന ഇമ്പരേറ്റീവ് സെന്റൻസിൽ എന്തില്ല? ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ അവയുടെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാം എന്നതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കിയേ, ചോദ്യം ഷട്ടപ്പ്. ഒബ്ജക്റ്റ് ഉണ്ടോ കുട്ടികളെ? ഒബ്ജക്റ്റ് ഇല്ല. അതുപോലെ പ്ലീസ് കം ഇൻ. ഒബ്ജക്റ്റ് ഉണ്ടോ? ഒബ്ജക്റ്റ് കണ്ടെത്താൻ വേണ്ടി പറ്റില്ല, ഒബ്ജക്റ്റ് ഇല്ല. ഇത്തരത്തിലുള്ള സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുന്ന വിധമാണ് യു ആർ. യു ആർ പ്ലസ് റിക്വസ്റ്റഡ് ഓർ അഡ്വൈസ്ഡ് ഓർ കമാൻഡഡ്. റിക്വസ്റ്റഡ്, അഡ്വൈസ്ഡ്, കമാൻഡഡ് പ്ലസ് ടു പ്ലസ് സെന്റൻസ്, പ്ലസ് ടു പ്ലസ് സെന്റൻസ്. എങ്ങനെ പറയാം? യു ആർ പ്ലസ് റിക്വസ്റ്റഡ്, കമാൻഡഡ്, അഡ്വൈസ്ഡ് പ്ലസ് ടു പ്ലസ് സെന്റൻസ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്ലീസ് എന്ന വാക്കുണ്ടാന്ന് നോക്കുക, അതേപോലെ കൈൻഡ്ലി എന്ന വാക്കുണ്ടാന്ന് നോക്കുക, അതുപോലെ ബി എന്ന വാക്കുണ്ടാന്ന് നോക്കുക, ലെറ്റ് എന്ന വാക്കുണ്ടാന്ന് നോക്കുക. ഇതൊക്കെ എന്ത് ചെയ്യുക? ഒഴിവാക്കി കളയുക. ഇനി സെന്റൻസിന്റെ രീതിക്ക് അനുസരിച്ച് റിക്വസ്റ്റഡ് എന്ന വാക്ക് ചേർക്കാം, അഡ്വൈസ്ഡ് എന്ന വാക്ക് ചേർക്കാം, കമാൻഡഡ് എന്ന വാക്ക് ചേർക്കാം.
അപ്പൊ നോക്കിയേ ഷട്ടം അതൊരു റിക്വസ്റ്റ് ആണ്, അഡ്വൈസ് ആണ്, കമാൻഡ് ആണ്. അതൊരു കമാൻഡ് ആണ്. അപ്പൊ കമാൻഡഡ് എന്ന് ചേർക്കുക. ഇനി ടു ചേർത്ത് ഇവിടെ പ്രത്യേകത സെന്റൻസ് മാറ്റമില്ലാതെ എടുത്തെഴുതുക. ടു ചേർത്ത് സെന്റൻസ് യാതൊരു മാറ്റവും വരുത്തണ്ട, വെർബ് ഒന്നും മാറ്റണ്ട, അതുപോലെ അങ്ങ് എടുത്തെഴുതുക. അപ്പൊ എങ്ങനെ പറയാം? ഒബ്ജക്റ്റ് ഇല്ലാത്ത ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ പാസീവ് വോയിസ് എഴുതുന്ന ഇക്വേഷൻ യു ആർ റിക്വസ്റ്റഡ്, അഡ്വൈസ്ഡ്, കമാൻഡഡ് പ്ലസ് ടു പ്ലസ് സെന്റൻസ്. പ്രത്യേകത സെന്റൻസ് യാതൊരു മാറ്റവും ഇല്ലാതെ എടുത്തെഴുതുക. പ്ലീസ്, കൈൻഡ്ലി, ബി, ലെറ്റ് മുതലായ വാക്കുകൾ ഒഴിവാക്കുക. സെന്റൻസിന്റെ രീതിക്ക് അനുസരിച്ച് റിക്വസ്റ്റഡ് ആണെങ്കിൽ ഇപ്പൊ പ്ലീസ്, കൈൻഡ്ലി ഒക്കെ വരുന്ന സെന്റൻസ് ആണെങ്കിൽ റിക്വസ്റ്റഡ് ചേർക്കാം. ഉപദേശങ്ങളാണെങ്കിൽ അഡ്വൈസ്ഡും ചേർക്കാം. കമാൻഡഡ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് ടു ചേർത്ത് സെന്റൻസ് യാതൊരു മാറ്റവും ഇല്ലാതെ എടുത്തെഴുതുക. ചോദ്യം നോക്കിയേ. ഷട്ടം എങ്ങനെ പറയാം? ഷട്ടപ്പ് നമുക്ക് ഒബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതി? യു ആർ. ഷട്ടപ്പ് എന്ന് പറയുന്ന ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? റിക്വസ്റ്റ് ആണ്, കമാൻഡ് ആണ്, അതാ അഡ്വൈസ് ആണ്? ഒരു കമാൻഡ് ആണ്. യു ആർ കമാൻഡഡ്. യു ആർ കമാൻഡഡ്. അത് കഴിഞ്ഞിട്ട് ടു ചേർക്ക. സെന്റൻസ് ഏതാണ്? ഷട്ടപ്പ്. യു ആർ കമാൻഡഡ് ടു ഷട്ടപ്പ്. യു ആർ കമാൻഡഡ് ടു ഷട്ടപ്പ്. ഉത്തരമായിട്ട് വന്നു. അടുത്ത് നോക്കിയേ ഗെറ്റ് ഔട്ട്. ഒബ്ജക്റ്റ് ഇല്ല, എങ്ങനെ നമുക്ക് പറയാം? ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നത് കമാൻഡ് ആണ്. അപ്പൊ നമുക്ക് ഓർഡർഡ് എന്ന് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. കമാൻഡഡ് അല്ലെങ്കിൽ ഓർഡർ രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. യു ആർ കമാൻഡഡ് ടു ഗെറ്റ് ഔട്ട്. യു ആർ കമാൻഡഡ് ടു ഗെറ്റ് ഔട്ട്. അടുത്ത എങ്ങനെയാണ്? പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. പ്ലീസ് ഒക്കെ ഒഴിവാക്കി. പ്ലീസ് വരുന്നോണ്ട് നമ്മൾ റിക്വസ്റ്റഡും ചേർക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? യു ആർ റിക്വസ്റ്റഡ് ടു സ്റ്റാൻഡ് അപ്പ്. യു ആർ റിക്വസ്റ്റഡ് ടു സ്റ്റാൻഡ് അപ്പ്. അടുത്ത നോക്കിയേ. അടുത്ത ചോദ്യം സ്റ്റഡി വെൽ. സ്റ്റഡി വെൽ എന്ന് പറഞ്ഞ ഉപദേശമല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു സ്റ്റഡി വെൽ, അതൊരു ഉപദേശമല്ലേ? അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? യു ആർ അഡ്വൈസ്ഡ് ടു സ്റ്റഡി വെൽ. യു ആർ അഡ്വൈസ്ഡ് ടു സ്റ്റഡി വെൽ. അപ്പം ഇമ്പരേറ്റീവ് സെന്റൻസില് ഒബ്ജക്റ്റ് ഇല്ലാത്ത സെന്റൻസുകളാണ് തരുന്നതെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുന്ന വിധം യു ആർ പ്ലസ് റിക്വസ്റ്റഡ്, കമാൻഡഡ്, അഡ്വൈസ്ഡ് ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്ലസ് ടു പ്ലസ് സെന്റൻസ് യാതൊരു മാറ്റവും ഇല്ലാതെ എടുത്തെഴുതുക. പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട് മുതലായ വാക്കുകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. ഓക്കെ ആണല്ലോ? ഇതിലുള്ള ഇമ്പരേറ്റീവ് സെന്റൻസിൽ തന്നെ മൂന്നാമത്തെ ഒരു സെന്റൻസ് ആണ് ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസ്. ഈ ഡോണ്ടിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അവയുടെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാം? ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ പാസീവ് വോയിസ്. അപ്പൊ ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ നമ്മൾ പാസീവ് വോയിസിന്റെ ഇക്വേഷൻ പഠിച്ചതാണ്, അതിൽ ചെറിയൊരു വ്യത്യാസം കൊണ്ട് വരുത്തി അങ്ങ് എഴുതിയാൽ മതി. നമുക്ക് ഡോണ്ട് ക്ലോസ് ദ ഡോർ കണ്ടല്ലോ. ഡോണ്ട് ക്ലോസ് ദ ഡോർ ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസ് ആണ്. അപ്പൊ ഡോണ്ടിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുന്ന ഇക്വേഷൻ ലെറ്റ്. നമ്മൾ ലെറ്റിന്റെ അതേ ഇക്വേഷൻ തന്നെയാണ്. ഒബ്ജക്റ്റിന്റെ മുന്നിലായിട്ട് ഒരു നോട്ടും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുന്നു? ലെറ്റ് പ്ലസ് നോട്ട് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി v3 പ്ലസ് ഓർ മൈനസ് RPS. എങ്ങനെ പറയാം? അതായത് നമ്മള് വെർബുള്ള സെന്റൻസുകളുടെ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഉള്ള സെന്റൻസുകളുടെ പാസീവ് വോയിസ് അതേ ഇക്വേഷൻ ഒബ്ജക്റ്റിന്റെ മുന്നിലായിട്ട് എന്ത് ചേർത്ത് കൊടുത്തു? നോട്ട് ചേർത്തു. അപ്പൊ നമുക്ക് എങ്ങനെ ഇക്വേഷൻ പറയാം? ലെറ്റ് നോട്ട് ഒബ്ജക്റ്റ് ബി v3 പ്ലസ് ഓർ മൈനസ് RPS. ഇവിടെയും ഒഴിവാക്കേണ്ട വാക്കുകൾ ഏതാണ്? നമ്മുടെ പ്ലീസ് ഒഴിവാക്കാം, കൈൻഡ്ലി ഒഴിവാക്കാം, ബി ഒഴിവാക്കാം, ഒക്കെ ഒഴിവാക്കുക. ഓക്കെ, നെഗറ്റീവ് മീനിങ് ഉണ്ടാക്കാനാണ് ആ നോട്ട് ചേർത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് നോട്ട് ഒബ്ജക്റ്റ് ബി v3 പ്ലസ് ഓർ മൈനസ് RPS. വെർബിന് ശേഷം വരുന്ന വാക്കുകളാണ് ഒബ്ജക്റ്റ്, അത് യാതൊരു മാറ്റവും ഇല്ലാതെ എടുത്തെഴുതുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസുകളുടെ പാസീവ് വോയിസ് എഴുതാൻ വേണ്ടിയിട്ട് ലെറ്റിന്റെ അതേ ഇക്വേഷൻ ഒബ്ജക്റ്റിന്റെ മുന്നിലായിട്ട് എന്ത് ചേർത്ത് കൊടുക്കുക? ഒരു നോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നോക്കിയേ ചോദ്യം ഡോണ്ട് ക്ലോസ് ദ ഡോർ. ഡോണ്ട് ക്ലോസ് ദ ഡോർ കണ്ടല്ലോ. ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസ് ആണ്. ക്ലോസ് എന്ന് പറയുന്ന വെർബ് ആണ്.
ദ ഡോർ എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ആണ്. എങ്ങനെ പാസീവ് വോയിസ് പറയാം? അതിന് ലെറ്റ് ചേർത്തു, ലെറ്റ് നോട്ട്, അത് കഴിഞ്ഞിട്ട് നോട്ട് ചേർത്തു. ഒബ്ജക്റ്റ് ഏതാണ്? ലെറ്റ് നോട്ട് ദ ഡോർ, ലെറ്റ് നോട്ട് ദി ഡോർ. നീ ബി, നീ ക്ലോസിന്റെ മൂന്നാമത്തെ രൂപം ക്ലോസ്ഡ്. RPS ഇല്ല, ലെറ്റ് നോട്ട് ദ ഡോർ ബി ക്ലോസ്ഡ്, പാസീവ് വോയിസ് ആയിട്ട് മാറി. അടുത്ത ചോദ്യം നോക്കിയേ, ഡോണ്ട് സിംഗ് എ സോങ്. ഡോണ്ട് സിംഗ് എ സോങ്, ഡോണ്ട് തുടങ്ങുന്ന സെന്റൻസ് ആണ്, സിംഗ് എന്ന് പറയുന്ന വെർബ് ആണ്, എ സോങ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. എങ്ങനെ എഴുതാം? ലെറ്റ് ദി നോട്ട്, അത് കഴിഞ്ഞ ഉടനെ നോട്ട് ചേർത്തു, ഒബ്ജക്റ്റിന് മുന്നിലായിട്ട് ചേർത്തു. ലെറ്റ് നോട്ട് എ സോങ്, ലെറ്റ് നോട്ട് എ സോങ് ബി സിംഗിന്റെ മൂന്നാമത്തെ രൂപം സങ്. ഓക്കെ, RPS ഇല്ല. അപ്പൊ നമ്മള് ഇമ്പരേറ്റീവ് സെനൻസുകൾക്ക് 3 എന്ത് ചെയ്യും, പാസീവ് വോയിസ് ആണ് പഠിച്ചത്. കോമൺ ആയിട്ട് ഇമ്പരേറ്റീവ് സെനൻസിന്റെ പാസീവ് വോയിസ് എങ്ങനെയാണ്? ആദ്യം ഇമ്പരേറ്റീവ് സെനൻസ് എങ്ങനെ കണ്ടെത്താം? വെർബിലോ, പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട്, ലെറ്റ്, ഈ വാക്കുകൾ തുടങ്ങുന്നതാണ് ഇമ്പരേറ്റീവ്. പാസീവ് വോയിസ് പറയാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ ഇക്വേഷൻ എങ്ങനെ പറഞ്ഞു? ലെറ്റ് ഒബ്ജക്റ്റ് ബി V3 പ്ലസ് ഓർ മൈനസ് RPS. പ്രത്യേകത എന്താണ്? ഒബ്ജക്റ്റ് യാതൊരു മാറ്റവുമില്ലാതെ എടുത്തെഴുതുക. പ്ലീസ്, കൈൻഡ്ലി, ബി, ഡോണ്ട്, ഈ വാക്കുകള് ഒഴിവാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് കണ്ടെത്താൻ പറ്റാത്ത, ഒബ്ജക്റ്റ് ഇല്ലാത്ത ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാം? യു ആർ പ്ലസ് ഓർഡേർഡ്, റിക്വസ്റ്റഡ്, കമാൻഡഡ്, അഡ്വൈസ്ഡ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്ലസ് എന്ത് ചെയ്യും? 2 പ്ലസ് സെന്റൻസ്. പ്രത്യേകത, സെന്റൻസ് യാതൊരു മാറ്റവും ഇല്ലാതെ എടുത്തെഴുതുക. ലാസ്റ്റ് ഡോണ്ട് തുടങ്ങുന്ന സെന്റൻസുകളാണെങ്കിൽ ലെറ്റ് നോട്ട് ഒബ്ജക്റ്റ് ബി V3 പ്ലസ് ഓർ മൈനസ് RPS. ഇത്രയാണ് ഇമ്പരേറ്റീവ് സെന്റൻസുമായി ബന്ധപ്പെട്ട് പാസീവ് വോയിസ് എഴുതുന്ന കാര്യങ്ങൾ. ഓർമ്മയിലിരിക്കുമല്ലോ, മറക്കരുത്.